എല്ലാം നാം ഈ സംഗമിച്ചിരിക്കുന്ന സംഗമം ആദരമായ രവിതങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരമലാണ്. അവിടുന്ന് ഈ മജ്‌ലിസ് കണ്ടുകൊണ്ട് അവിടുത്തോടൊപ്പമുള്ള സ്വഹാബത്തിലെയും കുടുംബത്തിലെ മെമ്പർമാരെയും എല്ലാം അനുസ്മരിക്കുന്ന ഈ മജ്‌ലിസ് കണ്ടുകൊണ്ട് അവിടുന്ന് സന്തോഷിക്കുന്ന ഒരവസരമാണ് ഈ അവസരം. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നമുക്കറിയാം. ഹബീബായ നബിതങ്ങളെ പിതൃവ്യനാണ്, എന്നാൽ സഹോദരനും കൂടിയ എങ്ങനെ സഹോദരനാണ്? പാൽ കൂടി ബന്ധത്തിൽ സഹോദരനാണ്. അഥവാ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ആ മഹദിയുടെ പാൽ ഹബീബായ നബിതങ്ങളും കുടിച്ചിട്ടുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു കുടിച്ചിട്ടുണ്ട്. നബിതങ്ങളും ഹംസത്തുൽ കർറാറിൽ 2 വയസ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഈ സുവൈബ എന്ന് പറയുന്ന പെണ്ണ് അബൂലഹബ് മോചിപ്പിച്ച മഹദിയ ഹബീബായ നബിതങ്ങൾ ജനിച്ച സന്ദർഭത്തിൽ ആ സന്തോഷം കൊണ്ട് അബൂലഹബ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മഹദിയാണ് സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു തആല അൻഹ. ആ മഹദി ഹബീബായ നബിതങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. ആ മഹദി തന്നെയാണ് ഹംസത്തുൽ കർറാറിനും അങ്ങനെ ആ മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ് ഹംസത്തുൽ കർറാർ തങ്ങളും ഹബീബായ നബിതങ്ങളും തമ്മിൽ. ഏതാണെങ്കിലും ഹബീബായ നബിതങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ മഹാത്മാവായിരുന്നു ഈ ശവ്വാൽ മാസം വിട പറഞ്ഞ ഒരു സ്വഹാബി, മുഹാജിറുൽപ്പെട്ട സ്വഹാബി. അതുപോലെ തന്നെ അൻസാറുകളിൽപ്പെട്ട സ്വഹാബാക്കളും ഈ ശവ്വാൽ മാസത്തിൽ വിട പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ അസ്ഹാബ് ഇബ്നു സുറാറത്ത് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മദീനക്കാരായ അൻസാരികളായ സ്വഹാബത്തും ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. അതുപോലെ തന്നെ ധാരാളം ഔലിയാക്കൾ, മഹാനായ ഇസ്ലാമിന്റെ 2ാമത്തെ പ്രമാണമാകുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ദൈവത്തോട് വിട പറഞ്ഞത് ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. അതുപോലെ ഇമാം ഫഖ്റുദ്ദീൻ റാസി അതായത് ഖുർആന്റെ മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. അതുപോലെ സയ്യിദ് മുഹമ്മദ് മൗലവി ബുഖാരി കണ്ണൂർ ജില്ലയിൽ അന്തിയുറങ്ങുന്ന ഈ എറണാകുളം ജില്ലയുമായിട്ടും ആലപ്പുഴ ജില്ലയുമായിട്ടുമെല്ലാം ഒരുപാട് അഭേദ്യമായ ബന്ധമുള്ള, അഥവാ നമുക്കറിയാം ചെമ്പിട്ട പള്ളി, വടക്കനേഴത്ത് പള്ളി, അതുപോലെ നെട്ടൂർ പള്ളി, കോട്ടൂർ പള്ളി തുടങ്ങിയ പള്ളികളുടെയെല്ലാം നിർമ്മാണത്തിന്റെ പിന്നിൽ പരിശ്രമിച്ച മുൻകൈയെടുത്ത ആ മഹാത്മാവിന്റെ വഫാത്ത് കൊണ്ട് ധന്യമായ മാസമാണ് ഈ പരിശുദ്ധമായ ശവ്വാൽ മാസം. അങ്ങനെ നിരവധി സ്വഹാബത്തും പണ്ഡിതന്മാരും ഔലിയാക്കളും എല്ലാം വിട പറഞ്ഞ ഒരു മാസമാണ് ശവ്വാൽ. നമുക്കറിയാം, ഖുത്ബുൽ ആലം എം മുഹമ്മദ് അബൂബക്കർ മദബൂരി റളിയല്ലാഹു അൻഹു ആ മഹാത്മാവ് ശവ്വാൽ 4-ാണ് വിട പറഞ്ഞത്. ഈ പരിശുദ്ധമായ മാസത്തിൽ തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ എല്ലാമായിരുന്ന മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാം ഒരുപോലെ സമ്മതനായിരുന്ന മഹാനായ ഈസ്കത്തങ്ങൾ ബുഖാരി റളിയല്ലാഹു അൻഹു എല്ലാ രംഗത്തും സകല വല്ലഭനായ വിരാജിച്ച ആ മഹാത്മാവിന്റെ വേർപാടും ഈ പരിശുദ്ധമായ ശവ്വാൽ മാസം 22-നാണ് നടന്നിട്ടുള്ളത്. തങ്ങളെക്കുറിച്ച് എന്നേക്കാൾ ധാരാളം അറിയാവുന്ന നിങ്ങൾ, തങ്ങളുടെ ചൂരുമെല്ലാം അറിഞ്ഞ നിങ്ങൾക്ക് മഹാനായ തങ്ങളെക്കുറിച്ച് ധാരാളം ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. എന്നാൽ തന്നെയും എല്ലാ നിലയിലും രണ്ട് മഹത്വം, 2 ദറജ മഹാനായ തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് പാണ്ഡിത്യത്തിന്റെ ദറജ, മറ്റൊന്ന് അഹ്ലുബൈത്തിന്റെ ദറജ. പാണ്ഡിത്യത്തിന്റെ ദർജ എന്ന് പറയുന്നത് നമുക്കറിയാം, യർഫഇല്ലാഹു ലിൽ-ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാർക്ക് കൊടുത്ത ആദരവിന്റെ മഹത്വത്തിന്റെ ആ അളവ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ ഇത്റതി. ഞാൻ നിങ്ങളിൽ നിന്നും കൺമറയുന്നത് അല്ലെങ്കിൽ മൺമറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴിവാക്കി വിട്ടുകൊണ്ടാണ്. കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാകുന്ന ഖുർആൻ. ആ ഖുർആൻ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും അബദ്ധസഞ്ചാരം നടത്തിയവരാകുകയില്ല. വൈത്രത്തി, എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കുന്ന കാലത്തോളം, ബഹുമാനിക്കുന്ന കാലത്തോളം, അവരെ നിങ്ങൾ നെഞ്ചിലെത്തുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾക്ക് വഴിവിളക്ക് ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ആ അഹ്ലി ബൈത്തിൽപ്പെട്ട മഹാത്മാവാണ് മഹാനായ സയ്യിദ് ടി.എസ്.കെ. തങ്ങൾ ബുഖാരി റളിയല്ലാഹു അൻഹു. അതാണ് പറഞ്ഞത്, രണ്ട് നിലയിൽ കൂടി ആ മഹാത്മാവിന്റെ ദർജ ഉയർന്നിട്ടുണ്ട്. ഒരു പണ്ഡിതൻ മാത്രമല്ല, ഹബീബായ നബി തങ്ങളുടെ കുടുംബമാണ്. അവിടുന്ന് പറഞ്ഞു, മുഹമ്മദൻ ബി അഹ്ലി ബൈത്തിഹി. നിങ്ങൾക്ക് മുഹമ്മദിനെ കാണണമെങ്കിൽ നിങ്ങൾ മുഹമ്മദ് പ്രതീക്ഷിച്ചുകൊള്ളുക. എവിടെ? നബി തങ്ങൾ എന്റെ കുടുംബത്തിൽ, എന്റെ അഹ്ലി ബൈത്തിനെ പിടിക്കാതെ എന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ തുറന്നു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഹ്ലി ബൈത്തിനെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അവരെ നെഞ്ചിലേറ്റൽ നമ്മുടെ ബാധ്യതയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അഹ്ലി ബൈത്തിന്റെ ഉദാഹരണം ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന് സമാനമാണ്. എന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ കയറി വിശ്വാസികൾ രക്ഷപ്പെട്ടതുപോലെ അഹ്ലി ബൈത്തിനെ മുറുകെ പിടിച്ച് രക്ഷപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ എല്ലാ നിലയിലും ആദരവിന്റെ മകുടം ചാർത്തപ്പെട്ട ആ മഹാനായ തങ്ങളുടെ അനുസ്മരണ സദസ്സിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, മഹാനായ തങ്ങൾ എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടിയ കൃതിയല്ല. എല്ലാ മേഖലകളിലും അവിടുന്ന് കൈവെക്കാത്ത ഒരു മേഖലയും ഇല്ല. എഴുത്തിലാകട്ടെ, പ്രസംഗത്തിലാകട്ടെ എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും ഒരുപോലെ വിരാജിച്ച ഒരു മഹാത്മാവാണ്. വായനയിലാണെങ്കിൽ അഗ്രഗണ്യനായിരുന്നു മഹാനായ തങ്ങൾ. നമുക്കറിയാം, ഏത് പ്രസ്ഥാനത്തിന്റെ ഏത് ഗ്രന്ഥമാണെങ്കിലും അവിടുന്ന് വായിക്കുന്ന ഒരു അമാന്തവും കാണിച്ചിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ദക്ഷിണ കേരളത്തിന്റെ മുഖപത്രമായിരുന്ന അന്നസീം, അത് മഹാനായ തങ്ങൾ എപ്പോഴും വാങ്ങുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ തത്വോപദേശ ഗാനമെന്ന പേരിൽ മഹാനായ തലവ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദഹു ആ മഹാത്മാവ് രചിച്ച ആ ഗാനങ്ങളൊക്കെ മഹാനായ തങ്ങളെ ഒരുപാട് അടാതാകർഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആ തലവ ഉസ്താദ് മഹശറയെ കുറിച്ച് വൽ മലക്കു സ്വഫൻ സ്വഫ എന്ന ആയത്തിനെ കുറിച്ചുള്ള ആ വിശദീകരണമായിക്കൊണ്ട് മഹശറയിൽ മലക്കുകൾ ജനങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ആ മതിൽക്കെട്ട് പോലെ മലക്കുകൾ വളഞ്ഞു നിൽക്കുന്ന ആ ഒരു രംഗം വിശദീകരിച്ചുകൊണ്ട്, ചെന്നായിക്കളാണ് ചുറ്റിലും നിൽക്കുന്നത്, അതിനിടയിലാണെന്നാണ് റബ്ബേ വേണ്ടത്, കാക്കന്റെ റബ്ബേ നീ മുസീബത്തൊക്കെയും അതുപോലെ നൽകി വീട്ടിലെല്ലാ രക്ഷയും. ഈ ഗാനം ആ മാസികയിൽ വന്നപ്പോൾ മഹാനായ തങ്ങൾക്ക് എന്തൊരു ആവേശമായിരുന്നു. ഉടനെ പേരെടുത്തുകൊണ്ട് മഹാനായ തലവ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അഭിവന്യതരമായി വിളങ്ങുന്നു എന്ന് തുടങ്ങിയിട്ട് ആ വരി മാത്രം എമ്മറിൽപ്പോഴുള്ളൂ. ധാരാളം വരികളടങ്ങുന്ന ഒരു മറുപടി മഹാനായ ഉസ്താദ് എഴുതിയ രംഗങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാ രംഗത്തും കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും അതുപോലെ തന്നെ ഗാനരചയിതാവായിട്ടും എന്തിനേറെ പറയും 974 രചിച്ച സ്വർഗപ്പൂക്കൾ എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം മുഹൂർത്തത്തിൽ രണാങ്കൾക്ക് അനുസ്മരിച്ചുകൊണ്ട് അധികരിച്ചുകൊണ്ട് എഴുതിയ മഹത്തായ ഗ്രന്ഥങ്ങളെല്ലാം മഹാനായ തങ്ങളിൽ നിന്നും വെളിച്ചം കണ്ട ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ എല്ലാ നിലയിലും ഒരുപാട് വിരാജിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച
ആ മഹാത്മാവ് ഈ യോഗത്തിന് വേണ്ടി വിട പറഞ്ഞിട്ട് ഇതാ നമുക്ക് എട്ടാമത്തെ ആണ്ടാണ് ഈ കഴിഞ്ഞ 21-ാം തീയതി നമുക്ക് സംജാതമായി നമുക്ക് പുലർന്നത്. അങ്ങനെ ഈ മാസത്തിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്റെ ഷെയ്ഖായ എന്റെ ഉസ്താദാകുന്ന കായക്കുളം പറ്റുകുളങ്ങര മജ്‌ലിസിന്റെ മുമ്പിൽ അന്തി ഉറങ്ങുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ മഹാനായ നേതാവ് കൂടിയായ മഹാനായ അബൂബക്കർ ഉസ്താദ് അവരെല്ലാം ഈ കഴിഞ്ഞ 19-നാണ് ഈ ശവാൽ 19-നാണ് അവർ ആണ്ടായിരുന്നു. കഴിഞ്ഞ 19-ന് ഞങ്ങളെല്ലാവരും 1000 കിലോ അരി ആ മഹാത്മാവിന്റെ പേരിൽ എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും എല്ലാവരും ഓരോ കത്തം ഓതിക്കൊണ്ട് ആ മഹാത്മാവിനെ അഭ്യർത്ഥിക്കും. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഓരോ കത്തം ഇങ്ങനെ നിങ്ങൾ പരിപാലിച്ചുകൊണ്ട് ആ മഹാത്മാവിന്റെ ആ അനുസ്മരണം എല്ലാ ആഴ്ചകളിലുമായി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ച ആ ഒരു അവസരമെല്ലാം ഞങ്ങൾ സംജാതമാക്കിയിരിക്കുകയാണ്. ഏതാണെങ്കിലും ഇപ്പോൾ മഹാന്മാരെയും മഹത്തുക്കളെയും എല്ലാം അനുസ്മരിക്കുക. അത് ഹബീബായ നിമിതങ്ങൾ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അവർ നമ്മെ പഠിപ്പിച്ചു ഒതുക്കൂറും മഹാസീന മൗത്താക്കും. നിങ്ങൾ മരിച്ചവരുടെ ഗുണഗണങ്ങൾ നല്ല വശങ്ങൾ എപ്പോഴും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇതുപോലെ മജ്‌ലിസിൽ മാത്രമല്ല, അവരൊരു ഹദിയ ചെയ്തുകൊണ്ട് ഖത്തം ഓതിക്കൊണ്ട് ഒരു ഫാത്തിഹയെങ്കിലും ഡെയിലി ഓതിക്കൊണ്ട് എല്ലാ നിലയിലും മരിച്ചുപോയ മഹാത്മാക്കളെ അനുസ്മരിക്കൽ ആണ് ഈ ഹദീസിന്റെ താല്പര്യം. ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതായത് ഈ മഹാത്മാക്കൾക്ക് വേണ്ടി നാം ചെയ്യുന്ന അമലുകളെല്ലാം നാളെ